ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ആ ഗവൺമെന്റ് രൂപീകരിക്കാനാവാതെ നിന്ന ഘട്ടത്തിലാണ് ആവശ്യത്തിന് പിന്തുണയില്ലാതെ കോൺഗ്രസ് ഗവൺമെന്റ് രൂപീകരിക്കാനാവില്ല എന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഭരണസാരഥ്യത്തിൽ നിന്നും വർഗീയ ശക്തികളെ അകറ്റി നിർത്തുന്നതിന് ഇന്ത്യൻ ഇടതുപക്ഷത്തെ 62 MPമാർ, അന്ന് കുറെ കൂടി നമുക്ക് ശക്തി പാർലമെന്റിലുള്ള സമയമാണ്, 62 MPമാർ അടിയുറച്ച പിന്തുണ കോൺഗ്രസ് സർക്കാരിന് നൽകി. അങ്ങനെയാണ് UPA യാഥാർത്ഥ്യമാകുന്നത്. ആ സമയത്ത് ആവശ്യപ്പെടുന്ന ഏത് മന്ത്രി പദവിയും എത്ര മന്ത്രി പദവിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു, നിർബന്ധിതമായിരുന്നു. എന്നാൽ യാതൊരു അധികാര സ്ഥാനങ്ങളും സ്വീകരിക്കാതെ ആ അർത്ഥത്തിൽ നിരുപാധികമായ പിന്തുണ കൊടുക്കുന്നതോടൊപ്പം ആ പിന്തുണ നയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഇവിടെ പരാമർശിക്കപ്പെട്ട സുപ്രധാനമായ നിയമനിർമ്മാണങ്ങളാണ് ആ പിന്തുണയ്ക്ക് ഉപാധിയായി വെച്ചത്. അധികാര സ്ഥാനങ്ങൾ ആവശ്യമില്ല, ആ അർത്ഥത്തിൽ ഉപാധിരഹിതമാണ്. എന്നാൽ സർക്കാരിന് പിന്തുണ നൽകുമ്പോൾ ആ സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളെ സഹായിക്കുന്ന ഇത്തരം നിയമങ്ങൾ നിർമ്മിക്കണം, അതായിരുന്നു ഉപാധി. അന്ന് ഒന്നാം UPA സർക്കാരിന് പിന്തുണ നൽകിയ ഇടതുപക്ഷ MPമാരിൽ ഒരാളാണ് സഖാവ് CS സുജാത, ഇവിടെ നമ്മോടൊപ്പം ഈ വേദിയിലുണ്ട്. ആ പിന്തുണയുടെ പിൻബലത്തിൽ മാത്രം ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞ കോൺഗ്രസ് നേതൃത്വം ആ ഗവൺമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കിയത്. കരുനാഗപ്പള്ളിയിലെ ചില കോൺഗ്രസിന്റെ സ്നേഹിതന്മാർ ഒരു പക്ഷേ അത് കോൺഗ്രസിന്റെ പദ്ധതി എന്നൊക്കെ പറയുമായിരിക്കും. എന്നാൽ കോൺഗ്രസ് തനിച്ച് ഇന്ത്യ ഭരിച്ചിരുന്ന ഘട്ടങ്ങളിൽ നെഹ്റുവിന്റെ കാലം, ഇന്ദിരാഗാന്ധിയുടെ കാലം, രാജീവ് ഗാന്ധിയുടെ കാലം, ആ കാലത്തൊന്നും ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് കോൺഗ്രസ് ആലോചിച്ചില്ല. കാരണം അത് കോൺഗ്രസിന്റെ നയമായിരുന്നില്ല. സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കാൻ ഇത്തരം പദ്ധതികൾ ഉണ്ടാവണം എന്നത് ഇടതുപക്ഷത്തിന്റെ നയമായിരുന്നു. ഇത്രയും പറഞ്ഞത് ഇപ്പോ ആ പദ്ധതി ഇല്ലാതാവുകയാണ്. നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലിയ പ്രചാരവേല അഴിച്ചുവിടുന്നുണ്ട്. 125 ദിവസം തൊഴിലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഫലത്തിൽ ആ പദ്ധതി ഇല്ലാതാവുകയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, രാഷ്ട്രപിതാവിന്റെ സ്മരണാർത്ഥമുള്ള പദ്ധതി, മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്കായുള്ള പദ്ധതി ഇല്ലാതെയാവുന്നു. നാം നോക്കിയിരിക്കെ ആ പദ്ധതി മരിച്ചു പോകുന്നു. ഇപ്പോ ആ പദ്ധതിയെ പരിമിതപ്പെടുത്തുന്നതിന്റെ പ്രത്യക്ഷ നിയമങ്ങൾ വന്നു. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരുന്ന പദ്ധതിയിൽ നിന്ന് കേന്ദ്രം പുറകോട്ടു പോയി. 40% തുക സംസ്ഥാനങ്ങൾ ചെലവഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോ കേന്ദ്ര പദ്ധതി അല്ലാതെയായി, ഒരു കേന്ദ്ര സംസ്ഥാന പദ്ധതിയായി. ഇനിയോ നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും പദ്ധതി. നിർദ്ദേശിക്കപ്പെടുന്നത് ഗുജറാത്തിലെ ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഉണ്ടാവുള്ളൂ പദ്ധതി, കരുനാഗപ്പള്ളിയിൽ ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ 1-2 കൊല്ലം കൊണ്ട് ഈ രാജ്യത്തു നിന്നും തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതെയാവും. ഇത് ഒരു സാമ്പിൾ മാത്രമാണ്. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് എത്രമാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്നു, സാധാരണക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നു, ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്നു എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇത്.